ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഓണം സീരീസിൽ ഇന്ന് പഴം പ്രഥമനാണ്. പഴം പായസം എന്നും പറയാം. നേന്ത്രപ്പഴമാണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത്. വേറെ ഏത് പഴം വെച്ചും ഇത് ഉണ്ടാക്കിയാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാകില്ല. നല്ലപോലെ പഴുത്ത പഴം വേണം പഴം പ്രഥമൻ ഉണ്ടാക്കാൻ എടുക്കേണ്ടത്. പഴം നല്ലപോലെ പഴുത്തിട്ടില്ല എങ്കിൽ പായസത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. നല്ലപോലെ പഴുത്ത 2 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് ചെറിയ പീസസ് ആക്കി നമുക്ക് ഇതിനൊന്ന് സ്റ്റീം ചെയ്യണം. ഒരു അടുപ്പത്ത് സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇഡലി പാത്രമാണ് വെച്ചിരിക്കുന്നത്. അടുത്ത അടുപ്പിൽ 4 അച്ച് വെല്ലം 1 ടീക്കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കാനായി വെച്ചിട്ടുണ്ട്. സ്റ്റീമറിലെ വെള്ളം തിളച്ചു. നമുക്ക് അതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴം നല്ലപോലെ വേവണം. ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇതിനൊന്ന് അരിച്ച് മാറ്റി വെക്കാം. പഴവും നല്ലപോലെ വെന്തിട്ടുണ്ട്. പഴത്തിന്റെ തോലെല്ലാം കളഞ്ഞ് നല്ലപോലെ തണുത്ത ശേഷം മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കാം. ഞാനിപ്പം ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കുകയാണെങ്കിൽ നെയ്യിലിട്ട് വഴറ്റുമ്പോൾ അത് മുഴുവൻ വറ്റിക്കാം. ഒരു കടായിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഉണക്കമുന്തിരിയിട്ട് അതൊന്ന് വറുത്തെടുക്കാം. ഉണക്കമുന്തിരി പാകമാകുമ്പോൾ നല്ല ബൾബ് പോലെ ഇരിക്കും, നല്ല ഭംഗിയായിട്ട്. ഇനി കുറച്ച് കാഷ്യൂ നട്ടും അതേ നെയ്യിലേക്കിട്ട് വറുത്തെടുക്കാം. ഒരുപാട് അങ്ങ് കളർ ചേഞ്ച് ആവരുത്. ചെറിയൊരു കളർ ചേഞ്ച് ആവുമ്പോഴേക്കും നമുക്കതിനെ കോരി മാറ്റാം. അടുത്തത് തേങ്ങാക്കൊത്താണ്. ബാക്കിയുള്ള നെയ്യിൽ അതും കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. വറുത്തെടുത്തതെല്ലാം ഒരു പ്ലേറ്റിലേക്കാക്കി മാറ്റി വയ്ക്കാം. അതേ കടായിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് നമ്മൾ അരച്ചു വെച്ച ആ പഴമില്ലേ, അതിനെ അതിലേക്കിട്ട് ഒന്ന് വഴറ്റണം. ആദ്യം ഇളക്കുമ്പോൾ പഴം ചട്ടിയിൽ നിന്നും വിട്ട് തവിയുടെ കൂടെ വരും. പിന്നീട് അത് ശരിയാവും. പഴം നെയ്യിൽ നല്ലപോലെ വഴറ്റിയ ശേഷം നേരത്തെ മാറ്റിവെച്ച ശർക്കര പാനിയില്ലേ, അതിനെ ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഇളക്കി അതൊന്ന് ശർക്കര പാനിയിൽ മിക്സ് ആവണം. കട്ടകളെല്ലാം ഉടച്ചു കൊടുക്കാം. ചിലർക്ക് പായസത്തിൽ പഴത്തിന്റെ പീസുകൾ ഉണ്ടാവുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അധികം അരക്കേണ്ടതില്ല. പഴം ചെറുതായി ഒന്ന് പൾസ് ചെയ്താൽ മതിയാവും. പഴമെല്ലാം ശർക്കര പാനിയിൽ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. പഴം ശർക്കര പാനിയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നോട്ടെ. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിക്കാം. ഞാൻ 1 തേങ്ങയാണ് പാലെടുക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് 1ാം പാൽ എടുത്തു. 1ാം പാൽ എടുത്ത ആ തേങ്ങയിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് പൾസ് ചെയ്ത ശേഷം 2ാം പാലും എടുത്തു. 2ാം പാൽ ഒഴിച്ച ശേഷം പായസം നല്ലപോലെ തിളച്ച് കുറുകിക്കോട്ടെ. പായസം കുറുകി കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച ശേഷം പായസം തിളപ്പിക്കരുത്. നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്യാം. തുടരെ ഇളക്കാൻ മറക്കരുത്. പായസം തണുക്കുമ്പോൾ ചെറുതായി ഒന്ന് തിക്കാവും. അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇറക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ച കിസ്മിസ്, കാഷ്യൂ, തേങ്ങാക്കൊത്ത്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ പായസം റെഡി. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. പായസം ഉണ്ടാക്കി കുറച്ച് സമയം കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനെ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു.